ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഗൈസ്, നമ്മൾ ഇന്ന് ഈദ് മുബാറക്കിന്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ നിസ്കാരം കാര്യമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നേരെ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വീടുന്ന വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉമ്മയുണ്ട്, അതേപോലെ എന്താ ഈദ് മുബാറക് മാൻ മുബാറക്. അപ്പൊ രംഗണ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഉമ്മാനടുത്ത് പോകാം. മാമി ഗൈസ്, ഉമ്മ ഭയങ്കര തിരക്കാണ്. പെരുന്നാളിന് ഉമ്മ മാറ്റിയില്ലല്ലേ? ഉമ്മ മാറ്റില്ല കേട്ടോ, ഉമ്മ ഭയങ്കര തിരക്കാണ്ട് മാറ്റിയില്ല. ഇന്ന് ഫുഡല്ലായ ഉമ്മാനെ ചെമ്പ് തേടുക, ബിരിയാണി ചെമ്പ് പൊട്ടിക്കാനായി കേട്ടോ. ഉമ്മ എല്ലാരോടും ഇത് പേർക്ക് പറഞ്ഞേ, ആപ്പാനോടല്ലേ എല്ലാരോടും ഇത് പേർക്ക് അറിയും പറഞ്ഞോ ഗൈസ്. ഉമ്മ ഇത് പേർക്ക് അറിയുന്നില്ല. ഉമ്മക്ക് ഭയങ്കര നാണാണ്, ഉമ്മക്കൊരു മൂഡ് പറഞ്ഞു എന്നാലേ വീഡിയോ നമ്മുടെ ഉമ്മ മുട്ടപ്പാക്കി കേട്ടോ. ഇതിനാ ഫ്രൂട്ട്സ് ആടെ കിടക്കാം. ഓ കളിയണ്ണ ഒരു മുട്ട പറ്റി നോക്കാം ഗൈസ്. അത് നമ്മുടെ ഉമ്മാന്റെ മുട്ടപ്പ് ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റാ. ഉമ്മാന്റെ ബിരിയാണി ആയിട്ട് റെഡിയാക്കൊണ്ടിരിക്കുകയാണ്. ബീഫ് ബിരിയാണി അല്ലേ? ബീഫ് ബിരിയാണി, സ്പെഷ്യൽ ബിരിയാണി ഗൈസ്. നല്ല മലിച്ച പുതിയ രണ്ടും മിക്സ് ആക്കിയിരുന്നല്ലേ. അപ്പൊ ഉച്ചക്ക് എല്ലാവരും ഇങ്ങോട്ട് വന്നോ കേട്ടാ. തിന്നാൻ വേണ്ടിട്ട് മുട്ടൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടോ? പറയാൻ തിരിയുന്നില്ലല്ലോ വെളിച്ചം കൊണ്ട്. ഈച്ച എല്ലായിടത്തും ഉണ്ട് കേട്ടോ. എത്ര ഈച്ചയായിരുന്നു. നമുക്ക് ചായ കൊണ്ടുവന്നിട്ടുണ്ട്, ചായയും മുട്ടാപ്പും. അതെങ്ങനെയുണ്ട് നമ്മളെ ഉമ്മാന്റെ മുട്ടാപ്പം? പൊളിയല്ലേ? സിറ്റിക്കാർ ഉമ്മ മാറ്റിട്ട് മഞ്ചായിട്ട് കളി തന്നെ. അപ്പൊ നമ്മള് മുപ്പയുടെ നമ്മള് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ മുപ്പിന്റെ ഒരു കേക്ക് പോക്കാണ്. ഇവിടെ കൊറേ സമയം ഇങ്ങനെ വെറുതെ ഇരുന്ന് ഉമ്മാന്റെ മുട്ടപ്പം ചായ കുടിച്ചിട്ട് എനിക്ക് മുപ്പിന്റെ വർക്ക് പോവാ. മുപ്പി മാറ്റിയിട്ട് ഉണ്ടാവാൻ കഴിക്കുന്നു. ഒരാളത്തേക്ക് പോവാം. ഓക്കെ, ഞാനിപ്പോ വീട്ടിലെത്തി നോക്കുമ്പോ ഇവിടെ ആരും ഇല്ല കേട്ടാ. നോക്കുമ്പോ എല്ലാവരും ടർഫിന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ടർഫിന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളേ. അപ്പൊ എന്നെയും വിളിക്കുന്നുണ്ട് കേട്ടോ, അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ഞാനും ഫോട്ടോ എടുത്തായിരുന്നു. ഇത് വർക്ക് കൈറോ മാർക്ക് പറയും. ഇത് വർക്ക് ഫോട്ടോഷൂട്ടിന്റെ അടുത്ത് നമ്മളെ ഉപ്പയും മൂത്താപ്പനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് നേരെ ഇങ്ങ് വന്നതാണ് കേട്ടോ. അവര് പോക്കാൻ വന്നിട്ട് ഞാൻ ഫുൾ ടെൻഷനിലാണ്. എന്നാടാ, ഇസാന്റെ ഒരാളുണ്ട്, ആ ലാസ്റ്റ് ഷാ എന്ന് പറഞ്ഞ ഒരാള്. അപ്പോ ആള് ഇന്ന് ഇവിടെ ഇല്ലാത്തോണ്ട് ഭയങ്കര ടെൻഷനിലാണ്. ഇസാനാ ഫസ്റ്റ് ആയോ ലാസ്റ്റ് ഷായും പാപ്പയാ. എടാ ടെൻഷൻ അടിക്കണ്ട, ശരിയാവും. ആണ് തിന്നുന്നേ. ആ പാടേ. ആ ഈ പിന്നെ പെരുന്നാൾ ദിനത്തിന് എനിക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? സന്ദേശം എന്താ? നിനക്ക് എന്താ കൊടുക്കാനുള്ളത്? ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഒരു സന്ദേശം കൊടുക്കാനില്ല. എല്ലാവർക്കും ഇത് പറക്കാം. എന്ത് അത് കൊടുക്കണ്ടേ? എത്ര വെച്ചിട്ട്? 5 വെച്ചിട്ട്. ഓരോരാൾക്ക് 5 ഉണ്ടല്ലേ? അപ്പൊ ഓരോരാൾക്ക് എല്ലാവർക്കും 5 വെച്ചിട്ട് ഇത് പേർക്ക് കേട്ടാ. ഓക്കെ, നമ്മള് ഉപ്പാന്റെ ചേർത്തെല്ലാം കഴിഞ്ഞിട്ട് ഇതാ എല്ലാരെയും കൂട്ടിട്ട് അവന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതാ ഇടണ്ട് കേട്ടാ. എല്ലാവരും ഭയങ്കര ഭർത്താണ്ട്. എന്തോ പരിപാടി കേട്ടോ.
എന്തോ പുര പൊളിക്കേണ്ട പരിപാടിയാണ്. കുറച്ച് ടൈം എടുക്കും പോലെ പൊളിക്കാൻ അല്ലേ? കുറച്ച് ടൈം എടുക്കൂലേ പൊളിക്കാൻ? ഇവിടെ എൻ്റെ പുര പൊളിക്കുന്നവരുള്ള അങ്ങോട്ടേക്ക് കൂട്ടിപ്പോകുന്ന ഏറ്റവും ബുദ്ധിയാട്ടോ. അല്ലെങ്കിൽ ഇവര് പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് വരും. അല്ലാണ്ട് റബ്ബ മൊത്തം പൊളിക്കണം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ മൂലക്കലുള്ള ഗൈസ് ഇവിടെ ഒരു വലിയ പൂവൻ കോഴി ഉണ്ട്. പൂവൻ കോഴി ഇതാരും അമ്മച്ചു അമ്മച്ചു നോക്കിയാ മുപ്പിന്റെ തറവാട്ടുണ്ട്. നല്ല മുപ്പിന്റെ തറവാട്ടല്ലേ 2 പൂവൻ കോഴികളുണ്ട്. ഇതറി പറയും വീട്ടിലെത്തിയിട്ടുണ്ട്. തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചോറിന്റെ പരിപാടിയാണോ? അയ്യോ രക്ഷയില്ലാത്ത വെയിലേട്ടാ. എന്ത് ചൂട് എന്നറിയാം, മാരണ ചൂട്. സമയം ഇപ്പോ 1 മണി ആയിട്ടുണ്ട്. മുപ്പിക്ക് നല്ല വിശക്കുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ട്. നമ്മൾ ചോറിന്റെ പരിപാടി അത് നക്കിയാക്കി തിന്നുന്നുണ്ട്. നക്കിയാക്കി തിന്നുന്നുണ്ട്. ഇതാ നമ്മുടെ ചോറിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ചിക്കൻ ബിരിയാണിയാണ് മുപ്പിന്റെ ഉമ്മാന്റെ. പിന്നെ വെയ്ക്കൽ തുടങ്ങി. ഒക്കെ ഉണ്ട്, ഹിനേഴ്സ് ഉണ്ട്. വേറെന്താ സ്പെഷ്യൽ? ചിക്കൻ പൊരിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. ചിക്കൻ പൊരിച്ചിട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. സെറ്റ് ചോറ്. നിങ്ങളെല്ലാവരും വീട്ടിൽ പെരുന്നാൾക്ക് എന്താ ചോറ് വെച്ചെന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ ചോറോട് കൂടി നമ്മളെ പെരുന്നാളിൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.